Bless the Lord, ideal, to be all right. We worship your holy name. Guys, do you know who is the owner of the mellifluous voice behind our school prayer? Hello everyone, this is me Hina Razak and this is me Aparna Rajan. Today, we are truly delighted to have a very special guest, someone who carries the spirit of idol in his heart and has made us all proud with his talents and achievements. Our chief guest, Mr. Dilshad. He is a former student of Ideal English High Secondary School and the soulful voice behind our school prayer, Bless the Lord Ideal, that echoes our campus every morning. Sir, how has your time at Ideal helped you shape the person and professional you are today? ഐഡിയൽ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ അതിങ്ങനെ വെറുതെ ഒരു ഇതായിട്ട് പറയുന്നതല്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. കാരണം ഐഡിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്തായിട്ടുണ്ടോ അതിനുള്ളൊരു കാരണം ശരിക്കും പറഞ്ഞ ഐഡിയലാണ്. ഇവിടുന്ന് കിട്ടിയിട്ടുള്ള പല എക്സ്പീരിയൻസും, ഇവിടുന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയാ കോൺഫിഡൻസും, ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ടും, ഇതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഏത് നിലയിൽ എത്തിയോ, ഞാൻ അങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും പറയാനില്ല. പക്ഷെ എന്നാലും ഞാൻ എന്തൊക്കെ ആയിട്ടും ഇന്നൊരു സ്ഥാപനം, ഒരു 4,000-5,000 സ്റ്റുഡൻസ് ഓൺലൈനായിട്ട് പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ് ഞാൻ ഇന്ന്. അപ്പോ എന്തുകൊണ്ട് ഞാനൊരു ക്ലാസ്സിൽ മുന്നിലോട്ട് വരാൻ ഭയങ്കര ഷൈ ആയിട്ടുണ്ടായിരുന്ന ഒരാള് ഇന്ന് ഈ ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളത് അതിനൊരു വലിയൊരു ഭാഗം ഈ ഒരു ഐഡിയൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയൽ വഹിച്ചിട്ടുണ്ട്, വലിയൊരു ഭാഗം തന്നെ ഐഡിയൽ വഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ അത്രയും ഇതില് താഴ്ന്ന ലെവലിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഓരോ കാര്യങ്ങളിലേക്ക് ഇതായിട്ടും, പിന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാപ്രതിഭയായിട്ടും, പിന്നെ +2 പഠിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ സ്കൂൾ ലീഡർ ആയിരുന്നു. അപ്പൊ അതിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട്, ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ഈവൻ ഇവിടുത്തെ മാനേജറുടെ, ഇവിടുത്തെ പറയുന്ന ഒരു പേരും കൂടിയാണ്, മാനേജറുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെയധികം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്നിപ്പോ ഒരു 50ഓളം ടീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടിയ NSS ക്യാമ്പ്, അതൊക്കെ എടുത്ത് പറയുന്നൊരു കാര്യമല്ല. NSS ക്യാമ്പ്, അതുപോലെ പിന്നെ ഈ കലോത്സവ സമയങ്ങൾ, ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസിൽ നിന്നും, അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് കിട്ടിയ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുള്ള ഈ ഒരു കരിയർ ഉണ്ടാവാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഞാനിപ്പോ ഇത്രയും ഷൈ ആയിട്ടുള്ള ഇത്ര ആൾക്കാരുടെ മുന്നിലേക്ക് വരാൻ മടിയായിട്ടുള്ള ഒരാള് ഇന്നൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു കാര്യമില്ല. അപ്പൊ അതില് എന്തായാലും അതിന്റെ ഒരു വലിയൊരു പങ്ക് തന്നെ അതിലുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. What challenges did you face while building this career? ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് ഈ ഒരു ഞാനിങ്ങനെ പ്രാക്ടീസിനൊക്കെ പോകുന്ന പല ഐറ്റംസിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ഒറ്റ ഐറ്റമല്ല, കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ടൈം ഇതിന് പ്രാക്ടീസിനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് പോകേണ്ട ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത് പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്തു. ലാസ്റ്റ് ആകുമ്പോഴേക്കും ടീച്ചേഴ്സും എക്സ്ട്രാ ക്ലാസ് എടുത്ത് തന്നിട്ടും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. 10th കൂടുതലായിട്ട് അവര് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നു. ഞാൻ 10th ആയതുകൊണ്ട് തന്നെ 10th ഇപ്പൊ എല്ലാവരും അതാ പറഞ്ഞു, 10th ആകുമ്പോൾ നമ്മളൊന്നും ഇറങ്ങില്ല, പ്രാക്ടീസിലേക്ക് ഇറങ്ങില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് അങ്ങനെ 10th ആയതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയാണോ പ്രാക്ടീസ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഫുൾ എവിടെ കിട്ടിയിട്ടുണ്ട് 10th. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിന്റെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ ഒരു ലെവലിൽ നമ്മളെ പറയാനും കുറെ ഉണ്ട്, നമ്മളെ ടീച്ചേഴ്സൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിത്തത്തിന് ഒരു വലിയൊരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഈ ഒരു കോളേജ് കാലഘട്ടത്തിലൊക്കെയാണ് ശരിക്കും പറഞ്ഞ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യാണ്. ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആ ഒരു ഫീൽഡിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ ഒരു ഫീൽഡിലേക്ക് പോകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ വീട്ടിലെ കുറെ പ്രാരാബ്ദങ്ങൾ കാരണം ഞാൻ പിന്നെ നേരെ ബിസിനസ്സിലേക്ക് തന്നെ നേരെ തിരികെ ചെയ്തു. ഇപ്പോ അങ്ങനെ കുഴപ്പമില്ലാതെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ Sir, you are known as the soulful voice behind our school prayer. How did your journey in music exactly begin? മ്യൂസിക്കിലുള്ള എന്റെ ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഒരു മദ്രസകളിലൊക്കെ ഇരുന്ന് ശരിക്കും പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മാപ്പിളപ്പാട്ട് മാത്രമായിരുന്നു ഞാനിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരു പാട്ട് ഞാനങ്ങനെ പാടാറില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതുപോലെ ഒരു എൻ്റെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമില് ഞങ്ങളൊരു സാർ അനൂപ് സാർ എന്ന് പറഞ്ഞിട്ട്, സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട് കോളേജിൽ. അപ്പോ സാറ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ ഒരു തണുപ്പും മട്ടിൽ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പാരന്റ്സ് മീറ്റിംഗിനെ ചോദിക്കും. പാരന്റ്സ് മീറ്റിംഗിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാരന്റ്സിനെ കൊണ്ടുവരാൻ. കാരണം എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറയുള്ളൂ, നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറയും. അപ്പൊ എനിക്കൊരു ഭയങ്കര രസമല്ല, കാരണം പാരന്റ്സിനെ കൊടുത്ത് ഇങ്ങനെ കേൾക്കില്ല. അപ്പൊ അതിന്റെ അടുക്കാണെങ്കിൽ സാറ് വന്ന് പറഞ്ഞത്, ഇവനിങ്ങനെ ഒരു വളരെ തണുപ്പം മട്ടിലിരിക്കുകയാണല്ലോ എന്ന് വെച്ചു. അപ്പൊ ഞാനിരിക്കപ്പോ ഭയങ്കര ഷോക്കായി, കാരണം എല്ലാവരും നല്ല അഭിപ്രായം കിട്ടി. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് വരണം, കാരണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, പഠിത്തം മാത്രമായിട്ട് കാര്യമില്ല, ഇങ്ങനെ ഓരോ കാര്യത്തിൽ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിലെന്ത് ഒരു കോൺഫിഡൻസ് കയറി. പിന്നെ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ വിളിക്കും, ഫ്രണ്ടിലേക്ക് പാടാൻ വേണ്ടി വിളിക്കും. അപ്പോഴും കുറച്ച് ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ചു, പിന്നെ പാട്ട് പഠിച്ചു. പിന്നെ ക്ലാസ്സിൽ ഇങ്ങനെ പാട്ട് പഠിക്കാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു 8th സ്റ്റാൻഡേർഡിൽ 7th സ്റ്റാൻഡേർഡിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ കുറച്ച് 2 മാസം ഒക്കെ ലീവായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ഒരു പ്രശ്നങ്ങൾ കുറച്ചൊരു ഇതിന്റെ തലവേദന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു 8th സ്റ്റാൻഡേർഡിലുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പിന്നെ 9th സ്റ്റാൻഡേർഡിലാണ് ഞാൻ ഈ ഒരു കലോത്സവ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതില് ആദ്യമായിട്ട് ഇതുപോലെ എന്നെ വീട് ദീപാമേടം എന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് വിളിച്ചു. അപ്പൊ വെസ്റ്റേൺ മ്യൂസിക്കിൽ വിളിച്ച ടൈമില് ഞാൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ മാപ്പിള പാട്ട് മാത്രമേ പാടുള്ളൂ. അപ്പോ മാഡം പറഞ്ഞു, അല്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കുക. അങ്ങനെ നിർബന്ധിച്ച് ഞാൻ കോഴിക്കലേക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി, അത് കൂടാതെ നിർബന്ധിച്ച് പാടിപ്പിച്ചതാണ്. അപ്പൊ പാടിപ്പിച്ചപ്പോ മാഡത്തിന് തോന്നി അതില് എന്തൊക്കെയൊരു കഴിവുണ്ടെന്ന് തോന്നിയിട്ട് മാഡമാണ് പറഞ്ഞത്, ഇനി ഇത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് ഞങ്ങൾ അന്ന് ആ വർഷം തന്നെ 10th പഠിക്കുമ്പോൾ ആർട്സിന് ഞാൻ പല കാര്യങ്ങൾ അതായത് മാപ്പിളപ്പാട്ട്, നാടൻ പാട്ട്, അതുപോലെ ലൈറ്റ് മ്യൂസിക്, പിന്നെ ഗാനമേള, അങ്ങനെ കുറെ സംഭവങ്ങൾ എല്ലാ ഐറ്റത്തിലും ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ആ വർഷം ആർട്സിൽ കലാപ്രതിഭ അവാർഡ് കൂടി കിട്ടി. അപ്പൊ അതിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് കൂടി. അതങ്ങനെ ഈ വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ തന്നെ വന്നപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കൂടി. പിന്നെ അങ്ങനെ എല്ലാ പ്രോഗ്രാമിലും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ നമ്മുടെ കലോത്സവത്തിനാണെങ്കിലും അതല്ലാതെ വേറെ ചില സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ വരും തുടങ്ങിയപ്പോൾ പിന്നെ അതങ്ങനെ ഒരു ഇതിലേക്ക് മാറി, ഒരു ഫ്ലോയിലേക്ക് മാറി. പിന്നെ ഇവിടെ +1 പഠിക്കുന്ന ടൈമിൽ 10th തന്നെ ഞാൻ കോൽക്കളി ഇതിന്റെ ലീഡ് സിംഗർ ആയിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റേൺ മ്യൂസിക്കിലും ലീഡ് സിംഗർ ആയിരുന്നു. പിന്നെ +1 വന്നപ്പോഴും ഇതുപോലെ തന്നെ കോൽക്കളി ലീഡ് സിംഗർ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഇവിടെ 10th നമ്മുടെ CBSE 10th കോൽക്കളിക്ക് വന്നിട്ട് ഇവിടെ പഠിപ്പിച്ച് അവരെ സ്റ്റേറ്റ് ലെവലിൽ വരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ ഐഡിയല് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു മെയിൻ ഭാഗമാണ് ഈ ഒരു മ്യൂസിക് ഫീൽഡിലായിക്കോട്ടെ, എന്ത് ഫീൽഡിലായിക്കോട്ടെ, ഞാനിങ്ങനെ മുന്നോട്ട് വരാനുള്ള ഒരു കാരണം തന്നെ ഈ ഐഡിയലത്തെ ഓരോ ക്ലാസ് റൂമിൽ ഉണ്ടായ ഓരോ സംഭവങ്ങളാണ്. What advice would you like to give to students who wish to pursue their passion along with focusing on academics? അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ വലിയൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ ഒരാളെന്നല്ല. എന്നാലും ഞാൻ പറയാണ്, ഞാൻ അത്രയും സംസാരിച്ചത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പൊ അതിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറയാണ്, അതായത് നമ്മൾ പഠിത്തം കാര്യങ്ങളൊക്കെ എല്ലാവരും വേണം. ഞാൻ എല്ലാതും, അതായത് പഠിത്തം തീരെ വേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അത് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഈ പഠിത്തം ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞാലാണ് മനസ്സിലാവുക. അപ്പൊ എന്തായാലും പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ വെറും പഠിത്തം മാത്രമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈഫ്, സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ശരിക്കും വേസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറയും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഇപ്പോ ആർട്സ് എന്നുള്ളതല്ല, അതല്ലാതെ തന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തൊരു കാര്യത്തിലാണെങ്കിലും പഠിത്തമല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും എൻഗേജ് ആവും. കാരണം ഇങ്ങനത്തെ നമ്മുടെ ശാസ്ത്രോത്സവം, അങ്ങനത്തെ സംഭവങ്ങൾ, സയൻസ് ഫെയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനത്തെ ആർട്സ് ഫെസ്റ്റ്, കലോത്സവങ്ങൾ, ഇതിലൊക്കെ ശരിക്കും നമ്മളിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളറിയാതെ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, എല്ലാത്തിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചറിയാം. ഞാൻ കോൽക്കളി പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ CBSE.
അപ്പൊ അവിടെ ഒരു സ്റ്റുഡന്റ് ഇതുപോലെ ഭയങ്കര എന്താ പറയാ ഭയങ്കര പ്രശ്നമായിരുന്നു. ആള് പറയുന്നത് ആദ്യം കേൾക്കൂല, അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു. അപ്പൊ അങ്ങനെ കോൽക്കളിക്ക് വന്ന് ഞാൻ അവനെ ആദ്യം കുറെ പറഞ്ഞതാക്കാൻ നോക്കി. പക്ഷെ ആൾ റെഡി ആയിട്ട് ആള് ഞാൻ എന്ത് ചെയ്തു, ആളിന്റെ കോൽക്കളിന്റെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ പറഞ്ഞു, കോൽക്കളിന്റെ ലീഡർ ആക്കിയാണ്. അങ്ങനെ ആള് പിന്നെ അതിനുശേഷം ആളുടെ സ്വഭാവത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റം വന്നു. എല്ലാവരോടും ഭയങ്കര താഴ്മയോട് സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരോടും നല്ല ടീച്ചേഴ്സിനോടും ഒക്കെ ഭയങ്കര നല്ല താഴ്മയോട് സംസാരിക്കാൻ തുടങ്ങി. സ്വഭാവത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റങ്ങൾ വരും ഈ ഒരു കലാ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ. അപ്പൊ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എല്ലാ സ്റ്റുഡൻസിനോടും. നമ്മുടെ അവസരങ്ങൾ വരുമ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പറഞ്ഞാൽ ഏറ്റവും എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം അത് നമ്മൾ ഈ ഒരു അവസരങ്ങളിലേക്ക് ഇനി അതാ പോയിക്കോട്ടെ, ഇനി അടുത്ത സമയം വരുമല്ലോ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താണോ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് സ്റ്റുഡൻസിനുള്ള. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഇനിയൊരു നമ്മുടെ ഒരു മുമ്പോട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിനനുസരിച്ച് മാക്സിമം ഓരോ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നിട്ടും അതുപോലെ തന്നെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും മാക്സിമം ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ഇങ്ങനെ ഒരു ഡൗൺ ആയി ഇരിക്കാതെ പഠിത്തം കാര്യങ്ങളൊക്കെ വേണം. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10th ഞാൻ പഠിത്തത്തിന്റെ ഒപ്പം തന്നെയായിരുന്നു ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതിന്റെ പഠിക്കുന്ന സമയത്ത് പഠിക്കും, അതുപോലെ തന്നെ കളിക്കേണ്ട സമയത്ത് കളിക്കും. അങ്ങനെ വേണം, അല്ലാതെ ഒരു പഠിത്തം മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങളാണ്. അപ്പോ അതന്നെ എല്ലാ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, മുന്നോട്ട് വരിക, എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരിക. ഇപ്പൊ ഞാനിവിടെ ഗസ്റ്റ് ആയിട്ട് എന്നോട് വിളിക്കാൻ തന്നെ കാരണം ആ ഒരു കാര്യം കൊണ്ടാണ്. ഞാൻ 10th കലാപ്രതിഭ ആവാനുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ്. പല കൂടുതൽ ഐറ്റംസ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിൽ കൂടുതൽ പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ് കയറുന്നത്. അപ്പോ എല്ലാത്തിലേക്കും മുന്നോട്ട് വരിക, എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യുക, അത് തന്നെയാണ് പറയാനുള്ളത്. Thank you so much, sir, for sparing your precious time with us and for sharing us just that's worth a lot. Till the next time, this is me, Raza, and this is me, Abhinanad.